ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള അവൽ വെച്ചിട്ടുള്ള കുഞ്ഞു വട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു കപ്പ് അവലും കുറച്ച് പൊട്ടുകടലയും മാത്രമാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണത്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. ആദ്യം നമ്മളിതുപോലെ ഒരു 1.5 കപ്പ് അവൽ എടുത്തു വെച്ചിട്ടുണ്ട്. ചില അവലിൽ നല്ല കട്ടിയുള്ള അവലുണ്ട്, കനം കുറഞ്ഞ അവലുണ്ട്, അതുപോലെ മട്ട അവലും ഉണ്ട്, വെള്ള അവലും ഉണ്ട്. ഏത് ടൈപ്പിലുള്ള അവലായാലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു വട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് അവൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അവലിൽ നിറയെ അഴുക്കുണ്ടാവും. അപ്പോൾ അതൊന്ന് നീക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ മേലെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മുടെ അവൽ ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഈ അവൽ ഞാനൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ അവലിലുള്ള ആ ഒരു അഴുക്കൊക്കെ ഒന്ന് മാറിക്കിട്ടുകയും വേണം, അതുപോലെ തന്നെ അവലൊന്ന് കുതിരുകയും വേണം. അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതുപോലെ കഴുകിയെടുക്കുന്നത്. 2 വട്ടം നമ്മളിതുപോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അവലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ അവലൊന്ന് 10 മിനിറ്റ് നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. കാരണം ഈ അവൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മിക്സിയിൽ ഒരു ചെറിയ ജാറ് എടുത്തിട്ട് അതിലേക്ക് ഒരു 3 പച്ചമുളക് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അത്, പിന്നെ 1/4 കപ്പ് പൊരികടല. നമ്മൾ 1.5 കപ്പാണ് ഇപ്പോൾ ഇവിടെ അവൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു 1/4 കപ്പ് പൊട്ടുകടല ചേർക്കണം. നമ്മൾ 1 കപ്പ് അവലെടുത്താൽ 1/2 കപ്പ് പൊട്ടുകടല മതി. അതായത് നമ്മൾ അവലെടുക്കുന്നതിൻ്റെ പകുതി പൊട്ടുകടല നമ്മൾ എടുക്കണം. പിന്നെ ഒരു 3 ഉണക്കമുളകും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഒരു ഇത്തിരി എരിവ് വേണം ഈ വടയ്ക്ക്, എന്നാലേ ഈ ഒരു വട നല്ല ടേസ്റ്റി ആവുകയുള്ളൂ. അപ്പം ഞാനിതൊന്ന് ഒരു തരിതരിപ്പായ രീതിയിൽ പൊടിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഞാനപ്പോൾ ഇവിടെ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൈൻ പൗഡറായിട്ടല്ല, ഒരു ഇതായിട്ടൊരു തരിതരിപ്പുണ്ട് ഇതിന്. ആ രീതിയിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അവലൊക്കെ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അവൽ ആ വെള്ളമൊക്കെ നന്നായിട്ട് ഇതുപോലെ പിഴിഞ്ഞ് മാറ്റിയിട്ട് അവൽ മാത്രമായിട്ട് ഇതുപോലെ പിഴിഞ്ഞൊരു പാത്രത്തിലേക്ക് ഇടാം. വെള്ളത്തിൻ്റെ അംശം ഇനി നമുക്ക് ആവശ്യമില്ല. നന്നായിട്ട് കൈവച്ച് ഇതുപോലെ പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഈ അവൽ ഫുള്ളായിട്ട് നമുക്ക് മാറ്റാം. അതേപ്പോൾ ഒരു പാത്രത്തിലേക്ക് എല്ലാം മാറ്റി വീണ്ടും ഞാൻ കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിരുമ്പിയിട്ട് അതിങ്ങനെ കുഴക്കുകയാണ്. നമ്മുടെ അവലിൻ്റെ ആ ഒരു കട്ടയുണ്ടല്ലോ, ആ കട്ടയൊക്കെ മാറി നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു രീതിയിലേക്ക് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യണത്. ഇനി കൈവച്ച് ഇതിങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ടൊന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്താലും മതി. ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊരികടലയുടെ ഒക്കെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ തണ്ടധികം വേണ്ട, ഇല ആണ് നമ്മളിതുപോലെ ചെറുതാക്കി എരിഞ്ഞിട്ട് എടുക്കേണ്ടത്. മല്ലിയില ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചെറുതാക്കി എരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്, ഒരു ഇടത്തരം ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ അടുത്തുള്ളത് വലുതായതുകൊണ്ട് ഞാൻ പകുതിയാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊക്കെ കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് ഒരു മാവ് പരുവത്തിലേക്ക് നമുക്കിതിനെ ആക്കിയെടുക്കണം. അപ്പോൾ ഞാൻ കുഴക്കാനായിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന പാത്രം ഇത്തിരി വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേറെ പാത്രത്തിലേക്ക് മാറ്റൊന്നും വേണ്ട, ആ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതി. പിന്നെ കുഴക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും നമ്മളിതിലേക്ക് ചേർക്കരുത്. കാരണം നമ്മുടെ അവലിൽ ഉള്ള നനവ് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. വെള്ളം നമ്മൾ ചേർത്താൽ എണ്ണ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളം തീരെ ചേർക്കാതെ ഇതുപോലെ കുഴച്ച് നമ്മൾ എടുക്കണം. നന്നായി കുഴച്ച് വെച്ചിട്ടുള്ള ആ മാവിൽ നിന്ന് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള അത്രയും മാവാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കൈൻ്റെ അടിയിലിട്ട് നന്നായിട്ട് പിടിച്ച് ഉരുട്ടിയിട്ട് കൈൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. വളരെ കനം കുറവാണ്. പിന്നെ അതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് ആ ക്രാക്കൊന്നും ഇല്ലാതെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിത് നമ്മുടെ പരിപ്പോടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇത്തിരി വലുപ്പത്തിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ആ ക്രിസ്പിനെസ് ശരിക്കും കിട്ടൂല. അപ്പോൾ നമ്മൾ ചെറുതാക്കി കനം
ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു വട കുറച്ചും കൂടി നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ മാവ് ഫുള്ളായിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ പാനിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണയുടെ ചൂട് ഒരു മീഡിയം ഹീറ്റിലായിരിക്കണം കേട്ടോ. വളരെ ചൂടുള്ള എണ്ണയിലേക്കല്ല നമ്മളിത് പൊരിച്ച് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഒരു മീഡിയം ഹീറ്റിലേക്ക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വടകൾ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ ക്രിസ്പി ആവും, പക്ഷേ ഉള്ളിലേക്ക് കറക്റ്റായിട്ടുള്ള ഒരു വേവും ആ സോഫ്റ്റ്നെസ്സും കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മീഡിയം ഹോട്ട് ആയിട്ടുള്ള രീതിയിൽ നമ്മളിത് വറുത്തെടുക്കാനാണെന്ന് പറയണത്. ഇപ്പം നമ്മുടെ ഇതിൻ്റെയൊക്കെ ഒരു സൈഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊന്ന് മറിച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പം ഞാനിത് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ നമുക്ക് നമ്മുടെ സാധാരണ വടയൊക്കെ നമ്മൾ എടുക്കുമല്ലോ, ആ ഒരു കളറിലേക്ക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പൊരിച്ച് മാറ്റാം. ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലാതെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ വടയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണം ഇതുപോലെ പൊട്ടിച്ച് കാണിച്ചിട്ട് കണ്ട ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, പുറം ഭാഗം നല്ല ക്രിസ്പാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. അവലൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നത്, നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നൊരു സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്.